ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ICT ക്ലാസ്സിലേക്ക് സ്വാഗതം. Previous class we already discussed about some programs of Python language, some programs in Python language. Okay, and that's one method of finding the area, and one program of string, and let's combine string, a program that's based on strings, combining the strings അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത രണ്ട് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞാൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കാണേണ്ട ഏരിയ കാണേണ്ട, ചതുരാകൃതിയിലുള്ള കളിസ്ഥലത്തിൻ്റെ ഏരിയ കാണേണ്ട കുറേ മെത്തേഡ് പഠിച്ചു അല്ല. നമ്മൾ 3 മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അതിലെ മെത്തേഡ്സും പിന്നെ സ്ട്രിങ് എങ്ങനെ കമ്പൈൻ ചെയ്യാം, സ്ട്രിങ് സംയോജനം എങ്ങനെ നടത്താം, അതായത് എൻ്റർ യുവർ സ്കൂൾസ് നെയിം എന്ന് പറഞ്ഞിട്ട് എസ് എന്നുള്ള വേരിയബിളിൽ നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, പിന്നെ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ദാറ്റ് സ്കൂൾ. നമ്മൾ സ്കൂൾ നെയിം ടൈപ്പ് ചെയ്താൽ യു ആർ എ സ്റ്റുഡൻറ്റ് ഓഫ് ദാറ്റ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വരേണ്ട ഒരു പ്രോഗ്രാം കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് there are two programs. Okay, there are two programs today. We are studying about two program, that is how can we calculate the total of the angles of polygon. Okay, the sum total of angles, the sum total of angles of polygons. Okay, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക, ആ തുക കാണേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. S ഈക്വൽ ടു n-2 ഇൻറ്റു 180, 180. ഓക്കെ, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക, ദ സം ടോട്ടൽ ഓഫ് ആംഗിൾ. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു S ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഓക്കെ, എങ്ങനെയാണ് ആ ഇക്വേഷൻ ഒരു പ്രോഗ്രാമിൽ ടൈപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് സം ടോട്ടൽ ഓഫ് ദ ആംഗിൾസ് ഈസ് S ഈക്വൽ ടു n-2 ഇൻറ്റു 180. ദിസ് ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട് and the value should be displayed. A equal to input, enter the name of polygon. N equal to eval, input, enter the number of sides. S equal to n-2 into 180. Then print statement, sum of angles of A is S. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക എങ്ങനെ കണ്ടുപിടിക്കാം, ഏത് ബഹുഭുജമാണെന്ന് എൻ്റർ ദ നെയിം ഓഫ് പോളിഗൺ എന്ന് പറഞ്ഞാൽ ഏത് പോളിഗണിൻ്റെ പേര് കൊടുക്കുക. അതിപ്പോൾ റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, ട്രയാങ്കിൾ ആയിക്കോട്ടെ, പെൻറ്റഗൺ ആയിക്കോട്ടെ, ഹെക്സഗൺ ആയിക്കോട്ടെ, അല്ലേ, പഞ്ചഭുജം, ഷഡ്ഭുജം, അങ്ങനെ ഓരോ ഇതില്ലേ ബഹുഭുജങ്ങൾ, ത്രികോണായിക്കോട്ടെ, അതേപോലെ റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, ചതുരം ആയിക്കോട്ടെ. ഓക്കെ, അതൊക്കെ പോളിഗൺസിന് എക്സാമ്പിളാണ്, ബഹുഭുജങ്ങൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രോഗ്രാം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ ദാറ്റ് you just open IDLE. Okay, and click on file menu and select new file. Okay, this is a file. First you save this file, save this blank file, go to file, save. Okay, ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക, ഏത് ലൊക്കേഷനാണോ സ്പെസിഫൈ. ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ് എന്ന് കൊടുക്കുക. പോളിഗൺ ന്യൂ എന്ന് പറഞ്ഞ പേരിൽ ഞാൻ സേവ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ പോളിഗൺ ന്യൂ എന്ന് പറഞ്ഞിട്ട് ഡെസ്ക്ടോപ്പിൽ ഒരു പൈത്തൺ പ്രോഗ്രാം ഫയൽ അവിടെ വന്നിട്ടുണ്ടാവും, പോളിഗൺ ന്യൂ .py. ശ്രദ്ധിക്കുക, py എന്ന് പറയുന്നത് ഒരു പൈത്തൺ പ്രോഗ്രാമിൻ്റെ എക്സ്റ്റൻഷനാണ്. ഓക്കെ, .py ഈസ് ദ ഡിഫോൾട്ട് ഫയൽ ഫോർമാറ്റ്, ഡിഫോൾട്ട്
എക്സ്റ്റൻഷൻ ഓഫ് എ പൈത്തൺ പ്രോഗ്രാമർ പൈത്തൺ ഫയൽ. ഓക്കെ, എന്നിട്ട് എന്താണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മൾ എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ദ സം ടോട്ടൽ ഓഫ് ദ ആംഗിൾ ഓഫ് പോളിഗൺ, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലേ. എ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ നെയിം ഓഫ് പോളിഗൺ എന്ന് തുടങ്ങുന്ന ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഈ പ്രോഗ്രാമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ 3 വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 3 വേരിയബിൾസ്. അതിൽ ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് എ ആണ്. എ എന്താണ്? എ ഈക്വൽ ടു ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദി നെയിം ഓഫ് പോളിഗൺ, എൻ്റർ ദി നെയിം ഓഫ് പോളിഗൺ എന്ന് ഔട്ട്പുട്ട് സ്ക്രീനിൽ ആദ്യം വരിക എൻ്റർ ദി നെയിം ഓഫ് പോളിഗൺ എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അടുത്തതായി എൻ ഈക്വൽ ടു ഇവാൽ ഫംഗ്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവാൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഇൻപുട്ട് ഉണ്ട്, ഇത് എൻ്റർ ദ നമ്പർ ഓഫ് സൈഡ്സ്. ആദ്യം ഔട്ട്പുട്ട് സ്ക്രീനിൽ വരുന്നത് എൻ്റർ ദ നെയിം ഓഫ് പോളിഗൺ ആയിരിക്കും, പിന്നെ എൻ്റർ ഓഫ് ദ നമ്പർ ഓഫ് സൈഡ്. ഇപ്പോൾ പോളിഗൺ, ഇഫ് ദ പോളിഗൺ ഈസ് റെക്റ്റാങ്കിളിന് എത്ര സൈഡ്സാണ് ഉള്ളതെന്ന് അടുത്ത ലൈനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. 4 സൈഡ്സ് എന്ന് കൊടുക്കണം. ഓക്കെ, അതേപോലെ ദ സം ടോട്ടൽ ഓഫ് ആംഗിൾ, ദ ഇക്വേഷൻ ഓഫ് സം ടോട്ടൽ ഓഫ് ആംഗിൾസ് ഓഫ് പോളിഗൺസ്, ബഹുഭുജങ്ങളുടെ കോണുകളുടെ തുക കാണാനുള്ള ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആ പ്രോഗ്രാമിൽ. ഓക്കെ, എസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? എൻ്റർ ദ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു n എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ n എന്ന് പറയുന്നത് എന്താണ്? വശങ്ങളുടെ എണ്ണം അല്ലേ, ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ. ഒരു ബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണമായിരിക്കും n എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ വഴി ഡിഫാൾട്ടായിട്ടുള്ളതാണ് 2 and 180 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് ഒരു പ്രിൻ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സം ഓഫ് ആംഗിൾസ് ഓഫ്, ഡബിൾ കോഡ്സിൽ സം ഓഫ് ആംഗിൾസ് ഓഫ്. അത് കഴിഞ്ഞിട്ട് എന്താ വരേണ്ടത്? സം ഓഫ് ആംഗിൾസ് ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു കോമ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. ആ കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത് എ ആണ്. അപ്പോൾ അവിടെ എന്താണ് എ എന്ന് പറയുന്നത്? എന്താണ്? നെയിം ഓഫ് പോളിഗൺ ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ വരിക, ഇപ്പം റെക്റ്റാങ്കിൾ ആണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സം ഓഫ് ആംഗിൾ ഓഫ് എയുടെ പ്ലേസിൽ എന്ത് വരും? സം ഓഫ് ആംഗിൾസ് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എന്ന് പറഞ്ഞ ഡബിൾ കോഡ്സിലാണ് ഈസ് കോമ ഉപയോഗിച്ച് അടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എസ് എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ദ സം ഓഫ് ആംഗിൾസ് ഓഫ് റെക്റ്റാങ്കിൾ ഈസ് എസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ എന്ന പോളിഗണിൻ്റെ സം ടോട്ടൽ, എന്താണ്? കോണുകളുടെ തുക അല്ലേ, അതാണ് എസ്. അതിപ്പം റെക്റ്റാങ്കിൾ ആയിക്കോട്ടെ, പോളിഗൺ ആയിക്കോട്ടെ, എക്സഗൺ ആയിക്കോട്ടെ, സെയിം ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്കിത് റൺ ചെയ്യാൻ റൺ എന്ന മെനുവിൽ റൺ മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ക്ലിക്ക് ചെയ്യാം? നമുക്ക് F5 എന്ന ഷോർട്ട് കട്ട് കീ, റൺ മൊഡ്യൂളിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F5. ഓക്കെ, F5 ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അതിൽ സോഴ്സ് മസ്റ്റ് ബി സേവ്ഡ്. ഓക്കെ ടു സേവ്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ഓക്കെ. Yes, this is our output screen in Python shell. Enter the name of polygon. ഒരു പോളിഗണിൻ്റെ എന്താണ് പേര് കൊടുക്കുക. നമുക്ക് ഏത് പോളിഗണിൻ്റെ കോണുകളുടെ സം ടോട്ടലാണ് കാണണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് ട്രയാങ്കിൾ എന്ന് കൊടുക്കാം. ട്രയാങ്കിൾ. ഓക്കെ, എൻ്റർ കീ പ്രസ് ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ ലൈനിൽ കൊടുത്ത ഇൻപുട്ട് വന്നു, എൻ്റർ ദ നമ്പർ ഓഫ് സൈഡ്സ്. എൻ്റർ ദ നെയിം ഓഫ് പോളിഗൺ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കൊടുത്തത്? എ ഈക്വൽ ടു എൻ്റർ ദ നെയിം ഓഫ് പോളിഗൺ എന്നാണ് കൊടുത്തത്. അടുത്തത് n ഈസ് ഈക്വൽ ടു എൻ്റർ ദ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് കൊടുത്തു. എത്ര ട്രയാങ്കിളിന് എത്ര സൈഡുകളുണ്ട്, വശങ്ങളുണ്ട്? ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ടാവും? 3 സൈഡ്സ് അല്ലേ, 3 സൈഡ്സ്, 3 വശങ്ങളാണ് ഒരു ത്രികോണത്തിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ 3 എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് എൻ്റർ കീ വീണ്ടും പ്രസ് ചെയ്യുമ്പോൾ എന്ത് വരും? അടുത്തത് എന്താണ് വർക്കാവുക? അടുത്തത് വർക്കാവുന്നത് ആ ഇക്വേഷൻ ആണല്ലേ. ഏത് ഇക്വേഷൻ? എസ് ഈക്വൽ ടു n-2 ഇൻറ്റു 180. എന്താണ് വരും അടുത്ത ലൈൻ? നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? അടുത്ത ലൈൻ എന്ത് വരും? അടുത്ത ലൈൻ വരുന്നതാണ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 180 എന്ന് വരും അല്ലേ.
സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 180. എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒന്നുകൂടി നോക്കാം. എങ്ങനെയാണ് വന്നത്? നമ്മുടെ ഇവിടെ ട്രയാങ്കിൾ എന്നല്ലേ കൊടുത്തത് അല്ലേ? ട്രയാങ്കിൾ എന്ന് കൊടുത്താൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, ദ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്? 3 ആണല്ലേ? n എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇക്വേഷനിൽ n എന്ന് പറയുന്നത് എന്താണ്? 3 ആയിട്ട് കൊടുക്കുക. n-2, അതായത് 3 - 2, 3 - 2, 3 കുറക്കണം 2 അല്ലേ, ഇൻറ്റു 180 ഗുണിക്കണം 180 അല്ലേ. 3 - 2 ഇൻറ്റു 180, 3 - 2 എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 ഇൻറ്റു 180 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏത് സംഖ്യയോടും 1 മൾട്ടിപ്ലൈ ചെയ്ത് എന്തായിരിക്കും? അതേ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ ആൻസർ. അപ്പോൾ 1 ഇൻറ്റു 180 എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, 180. അപ്പോൾ എന്താണ്? ദ സം ടോട്ടൽ ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് എന്താണ്? 180. നമുക്കിത് ഒന്നുകൂടി ചെയ്തു നോക്കാം, ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ നെയിം ഓഫ് പോളിഗൺ എന്നെടുത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് ഹെക്സഗൺ എന്ന് കൊടുക്കാം. ഹെക്സഗൺ കൊടുത്താൽ ഹെക്സഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? ഹെക്സഗൺ എന്ന് പറയുന്നത് 6 സൈഡ്സ് അല്ലേ, 6 വശങ്ങളുണ്ട് ഉണ്ടാവുക. അപ്പോൾ 6 വശങ്ങൾ കൊടുക്കുക. 720 അല്ലേ, 720, 720 ആൻസർ കിട്ടിയത്. അപ്പോൾ ഇവിടെ നോക്കുക എത്ര വശങ്ങളാണ് ഉള്ളത്? നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 6 ആണല്ലേ. അപ്പോൾ 6 ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് വരും? എന്നിൻ്റെ പ്ലേസിൽ 6 വരും. 6 - 2, 6 - 2 എന്ന് പറയുന്നത് എന്താണ്? 6 - 2 എന്ന് പറയുന്നത് 5 ആണല്ലേ. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 180, 5 ഇൻറ്റു 180 മൾട്ടിപ്ലിക്കേഷൻ വർക്ക് ചെയ്താൽ എന്താണ് കിട്ടുക? ഇവിടെ എത്ര ആൻസർ കിട്ടുക? അല്ല സോറി, 6 അല്ലേ, സോറി 6 - 2 അല്ലേ. 6 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. പറഞ്ഞത് മാറിപ്പോയി, സോറി. 6 - 2 എന്ന് പറയുന്നത് 4 ആണല്ലേ. അപ്പോൾ 4 ഇൻറ്റു 180 ആണ് അവിടെ വരിക. ഓക്കെ, 4 ഇൻറ്റു 180 എന്ന് പറയുന്നത് എന്താണ്? 720 അല്ലേ. 4 ഇൻറ്റു 180 എന്ന് പറഞ്ഞാൽ 720 ആയിരിക്കും അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ വന്നത്. ഓക്കെ, നിങ്ങൾ പറയുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പം മിസ്റ്റേക്ക് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇൻ കേസ് എനിക്കത് എന്താണ് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം വന്നു, ഡൗട്ട്സ് വന്നു, അപ്പം തന്നെ നിങ്ങൾ എന്നെ വിളിക്കുക. ഓക്കെ, അപ്പം തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ്, ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോഗ്രാം, ദ സം ടോട്ടൽ ഓഫ് പോളിഗൺ. എങ്ങനെയാണ് പോളിഗൺ അല്ലെങ്കിൽ ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഈ ആദ്യത്തെ പ്രോഗ്രാം. ഓക്കെ, ഈ ഒരു പ്രോഗ്രാം പോളിഗൺ പ്രോഗ്രാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവാം. എക്സാമിനിങ് ദ സ്കോർ. ഓക്കെ, സ്കോർ പരിശോധന. ഓക്കെ, prepare a program that helps you know whether you got selected for the district level competition when you enter your score for the school level quiz competition. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്? ഒരു മാർക്ക് എൻട്രി ചെയ്താൽ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു മാർക്ക് നിങ്ങളെ എക്സാമിന് കിട്ടിയ ഒരു മാർക്ക് നിങ്ങൾ എൻട്രി ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്താണ്? ലെസ് ദാൻ 80 ആണെങ്കിൽ, ലെസ് ദാൻ 80, 80-ൽ കുറവാണെങ്കിൽ എന്താണ്? സോറി, 80-ൽ കൂടുതലാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ആർ സെലക്റ്റഡ്, അഭിനന്ദനങ്ങൾ, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള എന്താണ് പ്രിൻ്റ് വരണം, സ്റ്റേറ്റ്മെൻറ്റ് വരണം അല്ലേ. സ്റ്റേറ്റ്മെൻ്റ് ഉള്ള ആ ഒരു പ്രിൻറ്റിൽ ആ ഒരു സെൻറ്റൻസ് വരണം, കൺഗ്രാജുലേഷൻ യു ആർ സെലക്റ്റഡ്. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോഗ്രാം ആണെങ്കിൽ. അല്ലെങ്കിൽ എന്ത് വേണം? 80-ൽ കുറവാണെങ്കിൽ എന്ത് വരണം? സോറി, യു ആർ നോട്ട് സെലക്റ്റഡ്, നിങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. അത്രയേ ഉള്ളൂ ഈ ഒരു പ്രോഗ്രാമിൽ പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദിസ് പ്രോഗ്രാം ഇസ് ബേസ്ഡ് ഓൺ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇഫ് എൽസ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഇഫ് ആൻഡ് എൽസ്. ഇവിടെ ശ്രദ്ധിക്കുക,
The conditional statement if else can be used to check whether a statement is right or not. ശ്രദ്ധിക്കുക, it is used to check whether a statement is right or not and instruct what should be done if the statement is correct. What should be done if the statement is correct and what should be done if the statement is not correct. What should be done if the statement is not correct. Take a look at the intent for the statements used after if else. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇഫ് എൽസ് എന്ന് പറഞ്ഞ രണ്ട് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇഫ് എൽസ്. ഓക്കെ, ഒരു നിബന്ധന പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് പാലിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്നും ഇല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നു ഇഫ് എൽസ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ഓക്കെ, ഇഫ് എൽസ് എന്നിവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്കുള്ള ഇൻറ്റൻറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈഫ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈഫ് എ ലെസ് ദാൻ ഈഫ് എ ഗ്രേറ്റർ ദാൻ 80, 80 കൂടുതലാണെങ്കിൽ, എ എന്ന് പറയുന്നത് 80 കൂടുതലാണെങ്കിൽ, എ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കോറാണ്. നിങ്ങളുടെ സ്കോർ 80 കൂടുതലാണെങ്കിൽ എന്താണ്? നിങ്ങൾ പാസ്സായി, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ആയിട്ടില്ല. ആ ഒരു രീതിയിലെ പ്രോഗ്രാമാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫയൽ, ന്യൂ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. ഓക്കെ, എന്താണിത്? സ്കോർ എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? സ്കോർ ന്യൂ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ആദ്യത്തെ പ്രോഗ്രാം എ ഈസ് ഈക്വൽ ടു ഇവാൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുത്തു. ഇവാൽ ഇൻപുട്ടിൽ എന്ത് കൊടുത്തു? എൻ്റർ യുവർ സ്കോർ. നിങ്ങളുടെ സ്കോർ എന്താണെന്ന്, നിങ്ങളുടെ സ്കോറാണ് ഇവിടെ എ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. എ എന്ന വേരിയബിളിൽ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ സ്കോറാണ്. അടുത്തത് നമ്മളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു അല്ലേ? ശ്രദ്ധിക്കുക, IF ഈഫ് എ ഗ്രേറ്റർ ദാൻ 80, എ ഗ്രേറ്റർ ദാൻ 80 ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കോളൺ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കോളണും സെമി കോളൺ, ഡബിൾ കോട്ട്സ്, ഇതൊക്കെ പൈത്തൺ ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കോറാണ്. അതായത് ആ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കോർ 80-നേക്കാളും കൂടുതലാണെങ്കിൽ, എബോവ് 80 ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ് എന്ന് പ്രിൻറ്റ് ചെയ്യണം. സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. മനസ്സിലായില്ലേ? നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ യുവർ സ്കോർ എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് വന്നു. എൻ്റർ യുവർ സ്കോർ എന്താണ്? 80 കൂടുതലാണെങ്കിൽ എന്ത് വരും? കൺഗ്രാജുലേഷൻസ് യു ഗോട്ട്സ് സെലക്റ്റഡ് അല്ലേ? കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ്. ഓക്കെ, അപ്പോൾ 90 കൊടുക്കാം. 90. യെസ്, കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ്. എന്താണ് നമ്മൾ കൊടുത്ത ഇൻപുട്ട്? 90 എന്താണ്? എബോവ് 80 അല്ലേ? അപ്പോൾ അത് യു ആർ സെലക്റ്റഡ് എന്നുള്ള ഔട്ട്പുട്ടാണ് വരിക. ഇനി ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 75 കൊടുത്താൽ എന്താണ്? 75 ഈസ് ലെസ് ദാൻ 80 അല്ലേ? 80 കുറവാണ് 75. എന്താണ് വരും? ഒരു ഔട്ട്പുട്ടും വരില്ല അല്ലേ? കാരണം നമ്മളതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തില്ല, എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ല. നമ്മൾ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എന്ത് കൊടുക്കുന്നു? എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോവാണ് അല്ലേ? എൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ പോകുമ്പോൾ എൽസ്, ഇഫ് പോലെ എൽസ് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ്? എൽസ് കഴിഞ്ഞിട്ട് ഒരു കോളൻ ഇടുക, ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. എന്താണ് പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? യു ആർ നോട്ട് സെലക്റ്റഡ്. ഓക്കെ, ഫയലിൽ സേവ് കൊടുക്കുക, റൺ. 75 നമുക്ക് കൊടുക്കാം. എന്താണ്? സോറി, യു ആർ നോട്ട് സെലക്റ്റഡ്. ഓക്കെ, ഇനി 80 കുറവും 80 കൂടുതലാണ് നമ്മൾ പറഞ്ഞത്. എബോവ് 80 ആൻഡ് ലെസ് ദാൻ 80. പക്ഷേ 80 വന്നാൽ എന്താണ്? പാസ് മാർക്ക് 80 അല്ലേ പറഞ്ഞത്? അപ്പോൾ 80 വന്നാൽ എന്ത് തരണം? നോർമലി പാസ്സാവണം അല്ലേ?
പാസ് മാർക്ക് 80 ആണെങ്കിൽ നമ്മൾ സ്കോർ 80 ആണെങ്കിൽ എന്താണ് പാസ്സാവണം. അപ്പോൾ നമുക്കിവിടെ 80 ടൈപ്പ് ചെയ്താൽ എന്താ കിട്ടുക? സോറി യു ആർ നോട്ട് സെലക്റ്റഡ്. അത് തെറ്റല്ലേ? 80 വന്നാൽ എന്താണ്? ഈക്വൽ ടു 80 ആകുമ്പോൾ നമ്മൾ പാസ്സാവണം അല്ലേ? കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ് തന്നെ വരേണ്ടത്. അപ്പോൾ ഇതിൽ ചെറിയൊരു മാറ്റം കൊടുക്കണം. എന്ത് മാറ്റം കൊടുക്കണം? എ ഗ്രേറ്റർ ദാൻ 80 എന്നാണ് പറഞ്ഞത് അല്ലേ? എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ ഇല്ലേ? ഈക്വൽ ടു സിമ്പിൾ അവിടെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക. അങ്ങനെ കൊടുത്താൽ എന്ത് വരും? നമുക്കിവിടെ 80 ടൈപ്പ് ചെയ്താൽ കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ് എന്ന് പറയും. അതായത് 80ഉം 80ൽ കൂടുതലുമുള്ള കുട്ടികൾ, സ്കോർ 80ഉം 80ൽ കൂടുതലുമുള്ള കുട്ടികൾ എന്തായി? സെലക്റ്റഡ് ആയി. ഓക്കെ, 80ൽ കുറവുള്ള കുട്ടികൾ ലെസ് ദാൻ 80 എന്താണ്? സോറി യു ആർ നോട്ട് സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാം. ആദ്യം നമ്മൾ ചെയ്തത് എ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. എന്താണ്? എൻ്റർ യുവർ സ്കോർ. നമ്മുടെ സ്കോർ എന്ന് പറഞ്ഞത് എ ആണ്. ഇവിടെ സ്റ്റോർ എ എന്ന വേരിയബിളാണ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഈഫ് എന്ന് പറഞ്ഞ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൊടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80. നിങ്ങളുടെ സ്കോർ 80 80ൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പ്രിന്റ് ഫംഗ്ഷൻ, പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വർക്ക് ചെയ്യണം? കൺഗ്രാജുലേഷൻസ് യു ആർ സെലക്റ്റഡ്. ഇനി അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തൊരു കോളം കൊടുത്തു. അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യിക്കണം? സോറി യു ആർ നോട്ട് സെലക്റ്റഡ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ 80ൽ കുറവ് ലെസ് ദാൻ 80 ആണെങ്കിൽ അത് പ്രിന്റ് ചെയ്യിക്കണം എന്ന് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ കോണ്ടാക്ട് മീ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. ഈ പ്രോഗ്രാമിംഗ് സെക്ഷനൊക്കെ എന്താണ് കറക്റ്റായിട്ട് സിസ്റ്റത്തിൽ ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി റെഫർ ചെയ്യുക, നോട്ട്സ് കൃത്യമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, നോട്ട്സ് ഞാൻ എന്തായാലും സബ്മിറ്റ് ചെയ്യാൻ പറയും. അതിനു മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നോട്ട്സ് കറക്റ്റായിട്ട് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കലുള്ള എന്തായാലും ചെയ്യണം. നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം. നോട്ട് എന്തായാലും വേണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, എസ്സേ പോലെയൊന്നും വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോഴെന്താണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഓക്കെ, ഗുഡ് ബൈ.